ഓം ശാന്തി 1-4-2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ നോളജ്ഫുള്ളാണ്. ബാബയെ ഉള്ളറിയുന്നവൻ എന്ന് പറയുന്നത് തലതിരിഞ്ഞ മഹിമയാണ്. ബാബ വരുന്നത് തന്നെ നിങ്ങളെ പതീതത്തിൽ നിന്ന് പാവനമാക്കുവാൻ വേണ്ടിയാണ്. ബാബ ജ്ഞാനസാഗരനാണ് എന്നതിനർത്ഥം ഓരോ ആത്മാവിൻ്റെയും കഴിഞ്ഞ കാലം, ഇപ്പോഴത്തെ സമയം, ഇനി വരാൻ പോകുന്ന സമയത്തെക്കുറിച്ച് അറിയുന്നവനാണ്. ഇങ്ങനെ എല്ലാ ആത്മാക്കളുടെയും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇവ അറിയുന്നവനാണ് ബാബ. അങ്ങനെയുള്ള ബാബയെ ഉള്ളറിയുന്നവൻ എന്ന് പറയുന്നത് തലതിരിഞ്ഞ മഹിമയാണെന്ന് ബാബ ഇന്ന് പറയുന്നു. അതായത് ബാബ ഇരുന്ന് ഓരോരുത്തരുടെയും ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നത് വായിച്ചറിയുന്നില്ല. അത് തലതിരിഞ്ഞ മഹിമയാണെന്നാണ് ബാബ പറയുന്നത്. കാരണം മറ്റൊരാളുടെ ഉള്ളറിയുക അർത്ഥം അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കലർത്തുക എന്നതാണ്. അതിനാൽ ഇതിനെ തലതിരിഞ്ഞ മഹിമ എന്ന് പറയുന്നു. എന്നാൽ ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ബാബ വരുന്നത് പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റാനാണ്. മറ്റൊരു മാജിക്കോ ഇന്ദ്രജാലമോ ഒന്നും ബാബ കാട്ടുന്നില്ല. ചോദ്യം: ബാബയോടൊപ്പം ഏറ്റവും കൂടുതൽ മഹിമ ആർക്കാണ്? എന്തുകൊണ്ട്? ഉത്തരം: 1. ബാബയോടൊപ്പം ഭാരതത്തിൻ്റെ മഹിമയും വളരെയുണ്ട്. ഭാരതം എന്നത് അവിനാശി ഖണ്ഡമാണ്. ഭാരതം തന്നെയാണ് സ്വർഗമാകുന്നത്. ബാബ ഭാരതവാസികളെയാണ് ധനവാനും സുഖിയും പവിത്രവുമാക്കി മാറ്റുന്നത്. 2. ഗീതയുടെയും അപരമപാരം മഹിമയാണ്. സർവശാസ്ത്രങ്ങളുടെയും ശിരോമണി ഗീതയാണ്. 3. നിങ്ങൾ ചൈതന്യ ജ്ഞാന ഗംഗകളുടെയും ധാരാളം മഹിമയുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ജ്ഞാനസാഗരനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ബാബ ഉയർന്നവനിലും ഉയർന്നവനാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള ബാബയുടെ മഹിമ അപരം അപാരമാണ്. ഇത്രയും ഉയർന്നവനായ ബാബയുടെ മഹിമയ്ക്കൊപ്പമൊപ്പം മറ്റാർക്കെല്ലാം മഹിമയുണ്ട്. ആദ്യത്തേത് ഭാരതഭൂമിയാണ്. ഭാരതം എന്നത് ബാബയുടെ ജന്മഭൂമിയാണ്. അതിനാൽ അവിനാശി ഭൂഖണ്ഡമാണ്. സത്യ, ത്രേത, ദ്വാപര, കലിയുഗങ്ങളിൽ എല്ലാ സമയങ്ങളിലും ഭാരതഭൂമി ഉണ്ട്. ഈ ഭാരതത്തിൽ തന്നെയാണ് ബാബ വന്ന് സ്വർഗം സ്ഥാപിക്കുന്നത്. സത്യയുഗി ദേവീ ദേവതമാർ ഈ ഭാരതത്തിലാണ് വസിച്ചിരുന്നത്. ഈ ഭാരതവാസികളെയാണ് ബാബ കൽപ്പ അവസാനം വന്ന് പിന്നെയും ധനവാനും സുഖിയും പവിത്രവും ആക്കി മാറ്റുന്നത്. രണ്ടാമത് മഹിമയുള്ളത് ഭഗവത്ഗീതയ്ക്കാണ്. ഗീത എന്നത് അമ്മയുടെ സ്ഥാനമാണുള്ളത്. കാരണം ഗീതാജ്ഞാനത്തിലൂടെയാണ് ആത്മാക്കളെ പരമാത്മാവ് പിന്നെയും തൻ്റെ ശ്രേഷ്ഠ സ്ഥിതിയിൽ എത്തിക്കുന്നത്. മാത്രമല്ല എല്ലാ ശാസ്ത്രങ്ങളിലും ശിരോമണിയാണ് ഗീത. മറ്റുള്ള ശാസ്ത്രങ്ങളെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്. എന്നാൽ ഭഗവത്ഗീത സ്വയം ഭഗവാൻ ഉച്ചരിച്ചതാണ്. അതിനാൽ ഭഗവത്ഗീതയുടെ മഹിമയും അപാരമാണ്. മൂന്നാമത് ബാബയുടെ കുട്ടികളായ ചൈതന്യ ജ്ഞാന ഗംഗകളുടെ മഹിമയും വളരെയുണ്ട്. ജ്ഞാനഗംഗകളാണ് സാഗരത്തിലെ വെള്ളത്തിനെ ലോകത്തിലുള്ള ആത്മാക്കളിൽ എത്തിക്കുന്നത്. അതായത് ബാബയുടെ ജ്ഞാനം ലോകരിൽ എത്തിക്കുന്നത് ജ്ഞാനഗംഗകളാണ്. അതിനാൽ ചൈതന്യ ജ്ഞാന ഗംഗകളുടെ മഹിമയും വളരെ വളരെ അപാരമാണ്. ഡയറക്റ്റ് ശിവബാബയിൽ നിന്ന്, അതായത് ജ്ഞാനസാഗരനിൽ നിന്ന് വന്ന ഗംഗകളാണിത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഉയർന്ന പദവി എടുക്കുന്നതിന് ശ്രീമത്ത് അനുസരിച്ച് നടന്ന് നല്ല മാനേഴ്സ് ധാരണ ചെയ്യണം. 2. സത്യമായ പ്രിയതമകളായി ഒരു പ്രിയതമനെ തന്നെ ഓർമ്മിക്കണം.
എത്ര സാധിക്കുന്നുവോ ഓർമ്മയുടെ അഭ്യാസം വർദ്ധിപ്പിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾക്ക് ഉയർന്ന പദവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീമതം അനുസരിക്കണം. നമ്മുടെ പെരുമാറ്റം വളരെ നല്ലതായിരിക്കണം. ശ്രീമതം അനുസരിക്കുക എന്നാൽ മനസ്സാ വാച കർമ്മണ ശ്രീമത്തിന് വിരുദ്ധമായി ഒന്നും നമ്മളിൽ നിന്ന് സംഭവിക്കരുത്. എന്നാൽ നമ്മളുടെ പെരുമാറ്റം എല്ലാവരുമായും ഹൃദ്യമായിരിക്കണം, മധുരമായിരിക്കണം, വിനയം നിറഞ്ഞതും ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരേ ഒരു ബാബയാണ് നമ്മുടെ പ്രിയതമരിലും പ്രിയതമനായിട്ടുള്ളത്. നമ്മളെല്ലാവരും പ്രിയതമകളാണ്, സീതകളാണ്. നമ്മുടെ രാമനായ ബാബയെ നാം വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം. എത്ര സാധിക്കുന്നുവോ നമ്മുടെ ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ആഴവും വർദ്ധിപ്പിക്കണം, അതിൻ്റെ ക്വാളിറ്റിയും വർദ്ധിപ്പിക്കണം. എന്നാൽ അതിനോടൊപ്പം സമയവും വർദ്ധിപ്പിക്കണം. വരദാനം നിമിത്തമാണ് എന്ന സ്മൃതിയിലൂടെ മായയുടെ ഗേറ്റ് അടയ്ക്കുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. ആര് സദാ സ്വയം നിമിത്തമെന്ന് മനസ്സിലാക്കി നടക്കുന്നുവോ അവർ ഡബിൾ ലൈറ്റ് സ്ഥിതിയിൽ സ്വതവേ അനുഭവപ്പെടുന്നു. ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യുകയാണ്, ഞാൻ നിമിത്തമാണ്. ഈ സ്മൃതിയിലൂടെ സഫലത ഉണ്ടാകുന്നു. ഞാൻ എന്ന ഭാവം വരികയാണെങ്കിൽ, അതായത് മായയുടെ ഗേറ്റ് തുറന്നു. നിമിത്തമെന്ന് മനസ്സിലാക്കി അർത്ഥം മായയുടെ ഗേറ്റ് അടഞ്ഞു. അപ്പോൾ നിമിത്തമെന്ന് മനസ്സിലാക്കുന്നതിലൂടെ മായ ജീത്തും ആയിത്തീരുന്നു, ഡബിൾ ലൈറ്റും ആയിത്തീരുന്നു. ഒപ്പത്തിനൊപ്പം സഫലതയും തീർച്ചയായും ലഭിക്കുന്നു. ഈ സ്മൃതി നമ്പർ 1 എടുക്കുന്നതിൻ്റെ ആധാരമായി തീരുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണ്. അങ്ങനെയുള്ള ചെയ്യിപ്പിക്കുന്നവനായ ബാബ നമ്മളിലൂടെ ചെയ്യിപ്പിക്കുകയാണ്. നാം നിമിത്തമാണ്. ഇങ്ങനെ സ്വയം നിമിത്തമെന്ന് മനസ്സിലാക്കിയാൽ ഡബിൾ ലൈറ്റ് സ്ഥിതി സ്വാഭാവികമായും അനുഭവപ്പെടും. ഇതിലൂടെ സഫലതയും ഉണ്ടാകും. എന്നാൽ ഞാൻ എന്ന ഭാവം വരികയാണെങ്കിൽ മായയ്ക്കുള്ള ഗേറ്റ് തുറക്കുകയാണ്. നിമിത്തമെന്ന് മനസ്സിലാക്കിയാൽ മായയ്ക്കുള്ള ഗേറ്റ് അടയുന്നു. നിമിത്തമെന്ന് മനസ്സിലാക്കുന്നതിലൂടെ മായ ജീത്തും ആയിത്തീരുന്നു, ഡബിൾ ലൈറ്റും ആയിത്തീരുന്നു, സഫലതയും തീർച്ചയായും ലഭിക്കുന്നു. നമ്പർ 1 എടുക്കുന്നതിനുള്ള ആധാരവും ഇത് തന്നെയാണ്. സ്ലോഗൻ: ത്രികാലദർശിയായി ഓരോ കർമ്മവും ചെയ്യൂ, എങ്കിൽ സഫലത സഹജമായും ലഭിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ പരിണാമം എന്തായിരിക്കും, അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ഥിതി എന്താണ്, ഇതിൻ്റെ തുടക്കം എന്താണ്, ഇത് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് എങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് സഫലത ലഭിക്കും. ഓം ശാന്തി.